എയർടെലിൻ്റെ ഡിജിറ്റൽ ടി വിയിൽ ഇതുപോലെ കണ്ട ഇടയ്ക്ക് സിഗ്നൽ കട്ടായി പോകും. അത് പെട്ടെന്ന് കട്ടായി പോകും. അത് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ കാണിച്ചു തരാം. കണ്ട അതിൻ്റെ സെറ്റ് ഓഫ് ബോക്സ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സെറ്റ് ഓഫ് ബോക്സിലാണ് ഈ സിഗ്നൽ കാര്യങ്ങളൊക്കെ വളരെ ലോ ആയിട്ട് അതിൻ്റെ സെറ്റ് ഓഫ് ബോക്സാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ടെക്നീഷ്യനെ വരുന്നതിന് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതാണ് അതിൻ്റെ LNB വരുന്നത്. ആ സെറ്റ് ഡിഷിൻ്റെ LNB വരുന്നത്. ആ LNBയിൽ കണക്ട് ചെയ്തിരിക്കുന്ന കണക്ടർ നിങ്ങൾ കണ്ടോ. കണക്ടർ ശരിക്കും വെള്ളം നനയുന്ന ഏരിയകളിലൊക്കെയാണ് ഇതുപോലെ ക്ലാവ് പിടിക്കും. അതായത് അതിൻ്റെ കോൺടാക്ട്സ് കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഈ വെള്ളം കംപ്ലീറ്റ് LNBയിലേക്ക് അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ പതുക്കെ തുടങ്ങും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞ LNBയുടെ ഗെയിൻ കുറഞ്ഞു വരുന്നു എന്നാണ് അർത്ഥം. അതായത് വളരെ ചെറിയൊരു മൈന്യൂട്ടായ ഒരു കാർമേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ പോലും സിഗ്നൽ കട്ടായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ LNB ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷം പഴക്കമുള്ള LNB ആണ്. അതാണ് മാറ്റിക്കളഞ്ഞ് നമ്മളൊരു പുതിയ LNB കൊടുക്കുകയാണ്. അപ്പോൾ ആ LNBയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് LNB വന്നിരിക്കുന്നത്. സിംഗിൾ LNB ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പുതിയ LNB നമുക്ക് ഇതുപോലെ തന്നെ എയർടെലിൻ്റെ ഷോപ്പുകളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഏകദേശം 250 രൂപ തൊട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അവിടെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ സിഗ്നലിൻ്റെ അല്ലെങ്കിൽ എയർടെലിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താലും അവിടുന്ന് ടെക്നീഷ്യൻ വന്ന് നമുക്ക് ഈ പറഞ്ഞ ഇത് മാറ്റിത്തരും. അപ്പോൾ അതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ കൂടി എക്സ്ട്രാ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ LNB കണ്ടോ. നിങ്ങളിപ്പോൾ ഈ LNB നമ്മൾ ഇതുപോലെ തന്നെ എയർടെലിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. എയർടെലിൻ്റെ തന്നെ സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിച്ചതിന് ശേഷം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. സാധാരണ LNB പഴയ LNBയിലും കുറച്ചുകൂടി വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ടോ. ഇത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ LNB നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് അതേ ആംഗിൾ തന്നെ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ആംഗിൾ തന്നെ അതിൻ്റെ അകത്ത് കണ്ട ഡിഗ്രി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ കറക്റ്റായിട്ട് എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ ലെവലിൽ തന്നെ വേണം നമ്മുടെ LNB തിരിച്ച് അതുപോലെ സെറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു പോയിന്റ് മാറിയാൽ പോലും അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്തും സിഗ്നൽ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അതേ ലെവലിൽ നമ്മളിപ്പോൾ LNB ഊരി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് മാർക്കിങ് അതിനിരിക്കുക. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പുതിയ LNB വയ്ക്കുക. ഇപ്പോൾ LNB നമ്മുടെ കൊടുക്കുന്ന സമയത്ത് കണക്ടർ നമ്മൾ ഈ പറയുന്ന 45ൻ്റെ കണക്ടറാണ്. RJ45 കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. RJ45ൻ്റെ കേബിള് 45ൻ്റെ നമ്മൾ ഈ കേബിളിൻ്റെ അതിൻ്റെ തുമ്പത്ത് വരുന്ന കണക്ടർ MXൻ്റെ കണക്ടറുകളാണ് സാധാരണ യൂസ് ചെയ്യാറ്. ആ കണക്ടർ നമ്മൾ കൊടുക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്പ് കൂടി വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം വേറെ ഒന്നുമില്ല, വെള്ളം മഴയൊക്കെ നനയുന്ന സമയത്ത് അവിടെ ക്ലാവ് പിടിച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുക. ക്ലാവ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ മെറ്റൽ പീസ് ഉണ്ടാവും. ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന മെറ്റൽ പീസിൽ ജസ്റ്റ് ഡസ്റ്റ് ഉണ്ടാവും. ഡസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് അതായത് കറക്റ്റ് കിട്ടാത്തൊരവസ്ഥ വരും. അതായത് കോൺടാക്ട്സ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ LNB വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയൊരു വോൾട്ടേജ് നമ്മുടെ സെറ്റ് ഓഫ് ബോക്സിൽ നിന്ന് വരുന്നുണ്ട്. ആ വോൾട്ടേജ് കറക്റ്റ് ഇതിലേക്ക് വരാതിരിക്കുകയും അങ്ങനെ വരുന്ന സമയത്ത് സിഗ്നലിൽ പ്രശ്നം ഉണ്ടാവും. LNB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് വരുന്നത്. LNB നമ്മൾ ഊരിയെടുക്കുന്ന അതേ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ ആംഗിളൊക്കെ കറക്റ്റ് അതിലത് മാർക്ക് ചെയ്തിട്ട് LNBയുടെ കവറിൽ അതായത് പുറത്ത് മാർക്ക് ചെയ്തിട്ട് അതേ ലെവലിൽ അതേ ഡിഗ്രിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കറക്റ്റ് സിഗ്നൽ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളരെ വർഷം പഴക്കമുള്ള LNB ഗെയിനിൽ വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് പുതിയത് വാങ്ങിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നാലും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം.